ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒഫീഷ്യൽ ഫസ്റ്റ് ട്രെയിലറാണ് കാണാൻ പോകുന്നത്. റിലീസ് ആയിരുന്നില്ല, കാണാൻ പോകുന്നത്. അപ്പൊ ട്രെയിലർ ഇന്ന് വൈകിട്ട് എന്താണ് ഗൈസ് വന്നത്. അപ്പൊ നമുക്ക് എന്തായാലും റിയാക്ട് ചെയ്യാം ഗൈസ്. പിന്നെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയുക. ദിസ് ഇസ് ഓൺ മൈ ന്യൂ ഫോൺ, മൈ ഐഫോൺ. സോ ഐഫോൺ എടുത്തതാണ് ഗൈസ്. സോ നമുക്ക് നേരെ കുറച്ച് പണിയുണ്ട്, കുറച്ച് നേരെ എടുക്കും. പക്ഷേ സ്റ്റാർട്ട് ചെയ്യട്ടെ. റെക്കോർഡിങ് സ്റ്റാർട്ടഡ്. ഒരു ഗൈസ് നമുക്ക് ഒഫീഷ്യൽ ട്രെയിലർ കാണാം. 2 മിനിറ്റ് 25 സെക്കൻഡ് ലോഡിങ്. സേവിയർ സ്കൂൾ എക്സ്മെൻ യൂണിവേഴ്സ് കൺഫേംഡ് ആണ് ഗൈസ്. നേരത്തെ അവർ പറഞ്ഞായിരുന്നു എല്ലാവരും കാണുകയും. ഈ എക്സ്മെനെയും കൂടെ കൺഫേം ആക്കാൻ വേണ്ടിയാണ് ഗൈസ് നമ്മൾ, അതായത് എല്ലാത്തിന്റെ റൈറ്റ്സ് മാർവൽ തിരിച്ച് മേടിച്ച്. ആകെ ഇല്ലാത്ത അവരുടെ സ്പൈഡർമാൻ മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. Something's coming. ചാൾസ് സേവിയർ ഭൂമിയാണോ പൊട്ടിത്തെറിച്ച്. ടൈം ലൈനിൽ വരുന്ന പ്രശ്നങ്ങളായിരിക്കും. ടൈം ലൈൻ വേൾഡ് നശിക്കുമായിരിക്കും. അതായത് ഈ വേൾഡ് നശിക്കാനുള്ള ആയിരിക്കാം. മറ്റേ നമ്മൾ ഡെഡ്പൂൾ കണ്ടിട്ടില്ലേ, ഡെഡ്പൂൾ ആൻഡ് വോൾവറീനി പറയത്തില്ലേ, ആ സംഭവം. Something we may not be able to deter before this day is done. We should വിക്ടർ ഡൂം, ഇങ്ങനെയല്ലേ വിക്ടർ be faced with an unthinkable decision. തോറാണെന്ന് തോന്നുന്നു പറയുന്നത്. മാർവൽ സ്റ്റുഡിയോസ് പ്രസൻസ് അവഞ്ചേഴ്സിന്റെ പുതിയ ടവർ. അതായത് ഇത് വേറെ ഏതോ ടൈം ലൈനിൽ നടക്കുന്ന സംഭവം അല്ലല്ല, ഇത് ന്യൂ അവഞ്ചേഴ്സ് അല്ലേ, അവരാണല്ലോ ഇപ്പോൾ ഉള്ളത്. ശരിയാണല്ലോ, വേറെ ടൈം ലൈൻ അല്ലേ ഇത്. മറ്റേ ന്യൂ അവഞ്ചേഴ്സ് നമ്മുടെ തണ്ടർ ബോൾസിന്റെ ടവറാണ് ഇത്. I've fought with many warriors in my time. ഫണ്ടാസ്റ്റിക് ഫോർ വരുന്നത്. ഫണ്ടാസ്റ്റിക് ഫോറിന്റെ കൂടെ തോറും ഉണ്ട്. തോറിനെ ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ആന്റിമാനും ഉണ്ട്, നമ്മുടെ വിന്റർ സോൾജർ, മറ്റേ ന്യൂ ക്യാപ്റ്റൻ അമേരിക്ക, നമ്മുടെ ബക്കിയും, പിന്നെ പുള്ളിയുടെ പേര് സാം വിൽസണും. Stronger than all of us put together. ഇത് നമ്മുടെ ഇവര് തണ്ടർ ബോൾസ്, ഫാന്റാസ്റ്റിക് ഫോർ ടീം, ആന്റിമാൻ ഉണ്ട് പുള്ളി. അപ്പൊ തോറാണോ എന്ന് പറയുന്നത് നമ്മൾ പുതിയ ടീം എടുക്കണം. They died. നെയ്മർ, ഷൂരി, ബ്ലാക്ക് പാന്തർ, വക്കാണ്ട ഫോർ അവർ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ക്യാരക്ടേഴ്സ്. നെയ്മർ ഉണ്ട്, They died facing വക്കാണ്ടയിലുള്ള ആൾക്കാരാണ്. enemies. സത്യം പറഞ്ഞ ചെറിയ ബ്ലാക്ക് പാന്തർ ആക്കിയത് ഒട്ടും ഇഷ്ടമല്ല. And threats that scared me far less. ബാക്ക് അടിച്ച് ചോട്ടെ. And threats ഇവിടെ തന്നെ died facing enemies. And threats ഇവിടെ നമ്മുടെ ബക്കിയും ആ തണ്ടർ ബോൾസ് ടീം ഇവിടെ നിപ്പോണ്ട്. കണ്ട അവരിവിടെ നിപ്പോണ്ട്. that scared me far less. ഒക്കെയാണ് ഈ വീട് നടക്കുന്നത്. അത് വല്ല റോബോട്ട്സോ than this one. ഗ്യാംബിത്തോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടാകും. നമ്മള് ഡെഡ്പൂൾ ആൻഡ് വോൾവറീനി കാണത്തില്ലേ, ഒരു ഫൈറ്റ് സീൻ, മറ്റേ കാർഡൊക്കെ എടുത്തിരുന്നു. ഷാങ്ചിയുടെ ടെൻഡറിങ്. Everything that they sacrificed will be for nothing. ലോക്കി. If we do not stand together. ഇവര് എനിക്ക് ഓക്കെ ആയെന്ന് തോന്നുന്നു. മറ്റേ പറഞ്ഞ അങ്ങനെയല്ലേ, നെയ്മറൊക്കെ ആയിട്ട് ഓക്കെ ആവില്ലേ, നെയ്മറിനെ അടിച്ചിടും. ഈ വെള്ളത്തിന്റെ വെള്ളമൊക്കെ വന്ന് കണ്ട പ്രൊട്ടക്ഷനായിട്ട്. Put aside your petty squabbles. നമ്മുടെ ഇവര് ആരാണ് എന്തോ ക്യാരക്ടറായിട്ട് അവര്. I presume nothing except this. If you return, you will return as brothers and sisters. Mark my words.
ഒറ്റ കയ്യിൽ പിടിച്ചെടുത്തിടാ തോറിന്റെ ഏറ്റവും പവറുള്ള വെപ്പണ് വിരലും തടിച്ചു We're going to need a miracle. നോബൽ Hey, pal. It's not possible. ക്രിസ്ത്യൻസ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ കോപ്പിറൈറ്റ് അടിക്കുന്നത് ഇത്ര ഞാൻ നിർത്തിയിട്ട് അതിനകത്ത് കോപ്പിറൈറ്റ് അടിച്ചാൽ ഇൻഫിനിറ്റി വിഷൻ എസ്കേസ് അതായത് ഇതിന്റെ കൂടെ തന്നെ ഡിസംബർ 18 നമ്മുടെ ഡൂൺ പാർട്ട് 3 ഇറങ്ങുന്നത്. ആ പടം ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഐമാക്സ് സ്ക്രീൻ ഒന്നും ഇതിന് കിട്ടത്തില്ല. അതുകൊണ്ട് ഇൻഫിനിറ്റി വിഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഡിസ്നി അങ്ങ് ഇറക്കി. അതായത് ഇവരെ ഉദ്ദേശിക്കുന്ന സ്ക്രീനിലെല്ലാം ഈ സാധനം കണ്ട അത്ര കിട്ടായിരിക്കും എന്നാണ് പറയുന്നത്. 12/18/2020 ഓറയെന്ന് വെച്ചാൽ ആ ഒരു ദിവസം ഡൂംസ്ഡേ നടന്നവർ ഫിക്സ് ചെയ്ത് നിങ്ങൾ ആലോചിച്ചു ഫിക്സ്ഡ് സാധനം ഓൾറെഡി 1 മില്യൺ ലൈക്ക് 2 മണിക്കൂർ മുമ്പ് ഇറക്കിയുള്ളൂ. 1 മില്യൺ ലൈക്കും 36,43,000 വ്യൂസുമായി. ആലോചിച്ച് നോക്ക്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേ സ്റ്റിൽ ഹാവ് ദാറ്റ് കിടിലൻ വീഡിയോ. എനിക്ക് ഓഫ് ചെയ്തില്ല. സത്യം പറഞ്ഞ കിടിലൻ ട്രെയിലർ. അതായത് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട് അവര്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. ആൻഡ് അതുപോലെ തന്നെ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ക്യാരക്ടേഴ്സിന് ഇനിയുണ്ട് ഈ ക്യാരക്ടേഴ്സ് നമ്മൾ കാണാത്ത. ഈ ഡെഡ്പൂളൊക്കെ എനിക്ക് തോന്നുന്നത് സീക്രട്ട് വാർസിലാണെന്ന് തോന്നുന്നു. ആൻഡ് അതുപോലെ തന്നെ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ പടമാണ് ഈ സീക്രട്ട് വാർസിന്റെ ഇത് അവർ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഒരു സിംഗിൾ പാർട്ട് മൂവി ആയിരിക്കും, അല്ലാതെ 2 പാർട്ടൊന്നും കാണത്തില്ല സീക്രട്ട് വാർസിന് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. തോറ്, ഹൾക്ക് എല്ലാം. ഹൾക്ക്, നമ്മുടെ സ്പൈഡർമാൻ എല്ലാവരും വരും ബേസിക് പടത്തിൽ. ഇത്തിരി വലിയ പടമാണ്. വലിയ പടം, വലിയ കാസ്റ്റൊക്കെയാണ്. ഇത് നമുക്ക് ഇതുവരെ നമ്മുടെ ഡോക്ടർ ഡൂമിന്റെ ഫേസ് കണ്ടിട്ടില്ല. റോബർട്ട് ഡോണി ജൂനിയർ ആണ് അഭിനയിക്കുന്നത്, പക്ഷെ ഇതുവരെ നമ്മളെ ഫേസ് കാണിച്ചിട്ടില്ല. എന്തോ പുള്ളി മറ്റേ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഫേസ്. കാരണം നമ്മള് ഫാന്റാസ്റ്റിക് ഫോറിന്റെ അവസാനത്തെ പോസ്റ്റ് ക്രെഡിറ്റ് സീനി അതാണ് കാണിക്കുന്നത്. അതായത് ഡോക്ടർ ഡൂം വന്ന് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിന്റെ കൊച്ചിന് ആ ഒരു എബിലിറ്റി പവറുള്ള കൊച്ചുണ്ടല്ലോ, അവരുടെ കുഞ്ഞി നമ്മുടെ പുള്ളിയുടെ എലാസ്റ്റിക് ആയിട്ടുള്ള പുള്ളിയും അങ്ങനെയാണ് ഏറ്റവും ബുദ്ധിയുള്ള ആളാണെന്നാണ് പറയുന്നത്. ഇത് എന്തോ ഒരു ടൈം ലൈൻ വ്യത്യസ്തത്തിൽ വരുന്ന ഒരു സംഭവമാണ്. സോ നമുക്ക് പടത്തിന്റെ ഒരു കിടിലൻ ട്രെയിലർ അവർ കാണിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് ജസ്റ്റ് എ ഹൈപ്പ് മീറ്റർ ചെക്ക് ചെയ്യാനുള്ള സംഭവമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കിടിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ വി ആർ ബാക്ക് ഗൈസ്. സോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മൾ തുടരെ വീഡിയോ ഇടാൻ നോക്കാം ഗൈസ്. കുറച്ച് ബിസി എന്ന് വെച്ചാൽ ഒരു ജോബ് സെറ്റ് ചെയ്യുക, അതുകൊണ്ടാണ് കുറച്ച് ബിസി ഒക്കെ ആയി പോകുന്നത് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും ഇടാത്തത്, ട്രെയിലർ ഒന്നും റിയാക്ട് ചെയ്യാത്തത് കണ്ടിരുന്നത്. സോ ഇനിയും തൊട്ടെങ്കിലും ചെയ്യണമെന്ന് എനിക്കുണ്ട്. സോ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡു വാച്ച് ഇറ്റ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.